ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഇന്നത്തെ സുവിശേഷ വിചിന്തനത്തിലേക്ക് സ്വാഗതം. മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സ്നേഹമെന്നത് കുറച്ച് പ്രവൃത്തികളല്ലല്ലോ. സ്നേഹമുണ്ടെങ്കിൽ ഒരാൾ ചെയ്യാനിടയുള്ള ചിലതൊക്കെ ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾക്ക് സ്നേഹമുണ്ടെന്ന് നമ്മൾ ആരും പറയുകയുമില്ല. അതുകൊണ്ട് തന്നെ സ്നേഹമെന്നാൽ ചില പ്രവൃത്തികളോ വാക്കുകളോ അല്ലെന്നും, മറിച്ച് പറയുന്ന വാക്കിലും ചെയ്യുന്ന കാര്യങ്ങളിലും സ്നേഹം വെളിപ്പെടുന്നേ ഉള്ളൂവെന്നും നമുക്ക് പറയാം. ഈ ചിന്തയുടെ പശ്ചാത്തലത്തിൽ സുവിശേഷത്തിലെ യേശുമൊഴികളെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ ആന്തരികമായ അർത്ഥം കുറച്ചുകൂടി തെളിഞ്ഞു കിട്ടും. സുവിശേഷത്തിൽ നാം ഇന്ന് കാണുന്നത് യഹൂദരുടെ ചില ആചാരങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നില്ല എന്ന ആരോപണവുമായി ബന്ധപ്പെട്ട തർക്കമാണ്. എങ്ങനെയാണ് മതത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രൂപപ്പെട്ടത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തോടുള്ള അതിയായ സ്നേഹത്തെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളിലും പ്രകാശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച ആരുടെയൊക്കെയോ തീവ്ര മോഹങ്ങളിൽ നിന്നാണ് മതപരമായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമൊക്കെ ഉണ്ടായത്. ആ അനുഷ്ഠാനങ്ങളിലായിരുന്നില്ല അവരുടെ ഭക്തിയും വിശ്വാസവും, മറിച്ച് ദൈവത്തോടുള്ള തങ്ങളുടെ വിശ്വാസവും ഭക്തിയും സ്നേഹവുമൊക്കെ ചില ആചാരാനുഷ്ഠാനങ്ങളിലൂടെ അവർ വെളിപ്പെടുത്തിയെന്നേയുള്ളൂ. എന്നാൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിറവേറ്റുന്നതിലെ കൃത്യതയും പൂർണ്ണതയുമാണ് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമെന്ന് ആരൊക്കെയോ തെറ്റിദ്ധരിച്ചതോടെയാണ് മതപരമോ വിശ്വാസപരമോ ഒക്കെയായ കാര്യങ്ങളുടെ അർത്ഥം നഷ്ടപ്പെട്ടതും അത് വെറും പ്രവൃത്തികൾ മാത്രമായതും. അത്തരമൊരു സന്ദർഭമാണ് സുവിശേഷത്തിൽ കാണുന്നത്. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ചുള്ള പാത്രക്ഷാളനം നടത്തിയില്ലെന്ന് പരാതി പറയുമ്പോൾ ഫരിസേയർ തങ്ങളുടെ ഭക്തജീവിതത്തെ ചില ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും ഒതുക്കി തീർത്തു എന്നുകൂടി വെളിപ്പെടുന്നുണ്ട്. അക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് യഥാർത്ഥ യഹൂദർ എന്നും അവർ കരുതുന്നു. അത്തരം കാര്യങ്ങൾ കാർക്കശ്യത്തോടെ ചെയ്യുന്നവരായതുകൊണ്ട് സ്വയം ശ്രേഷ്ഠരായി അവർ ഭാവിക്കുകയും ചെയ്യും. അങ്ങനെ സ്നേഹത്തോടെ പ്രവർത്തിക്കുന്നതിന് പകരം സ്നേഹത്തിൻ്റെ ചില പ്രവൃത്തികൾ ചെയ്ത് മഹത്തായി സ്നേഹിക്കുകയാണ് എന്ന് സ്വയം അഭിമാനിക്കുന്ന മനുഷ്യരായി അവർ മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ആത്മാവ് നഷ്ടപ്പെട്ട ആരാധനയുടെ സൂചനയാണ് ഇത്. സ്നേഹത്തെ ചില പ്രവൃത്തികളിലേക്ക് ന്യൂനീകരിക്കുമ്പോൾ സംഭവിക്കുന്ന അപജയമാണ് ദൈവാരാധനയെ ചില ആചാരങ്ങളായി മനസ്സിലാക്കുമ്പോൾ സംഭവിക്കുന്നത്. ജീവിതത്തിൽ സ്നേഹത്തെ സംബന്ധിച്ചും മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിലെ നിഷ്കർഷയെ സംബന്ധിച്ചും നമ്മളും ഫരിസേയരെയും നിയമജ്ഞരെയും പോലെ അഭിമാനബോധം സൂക്ഷിക്കുന്നില്ലേ? ഏതാണ് ശ്രേഷ്ഠകരമായത്? തീവ്രമായ ദൈവസ്നേഹത്തോടെ ചിലർ ചെയ്ത പ്രവൃത്തികൾ അനുകരിക്കുന്നതോ, അതോ അവർ സ്നേഹിച്ച പോലെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ സ്വാഭാവികമായ പ്രവൃത്തികൾ ചെയ്യുന്നതോ? നമ്മുടെ സ്നേഹവും നമ്മുടെ വിശ്വാസവും നമ്മുടെ ഭക്തിയും കുറച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ചുരുങ്ങിപ്പോകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. സ്തുതിയായിരിക്കട്ടെ.